എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ കേട്ടൊരു വാർത്ത, കുറച്ച് പേര് കേട്ടവരൊക്കെ നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. കാരണം 10 പേര് ചേർന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു ന്യൂസ്. ഇതിൻ്റെ അകത്ത് ചില വാക്കുകൾ വാർത്ത പറയുന്ന പോലെ ഞങ്ങൾക്ക് യൂട്യൂബിൽ പറഞ്ഞാൽ നമുക്ക് പണി കിട്ടും, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഏതായാലും 10 പേര് ചേർന്നാണ് അവളെ ഉപദ്രവിച്ചെന്ന് പറയുന്നത്. കേട്ടപടി നമ്മളൊന്ന് ഞെട്ടിയിട്ടുണ്ട്. കാരണം പ്രായക്കുറവാണ് പറയുന്ന ആൾക്ക്. ഇരയ്ക്ക് വളരെയധികം പ്രായക്കുറവാണ്. 10 പേര് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത് നടന്നത്. അപ്പം തന്നെ നമ്മൾ കുറേ ചർച്ച അങ്ങോട്ട് വീടുകളിൽ വാർത്ത കേൾക്കുമ്പോഴേ നമ്മളങ്ങോട്ട് ചർച്ച തുടങ്ങും. പുതിയ ന്യൂജൻ പിള്ളേരുടെ കുറേയധികം കുറ്റങ്ങൾ നമ്മളങ്ങോട്ട് ഇരുന്നങ്ങ് പറയും. വാർത്ത കേൾക്കത്തില്ല, പേപ്പർ വായിക്കത്തില്ല, മുഴുവൻ നേരം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ കുറ്റങ്ങളെല്ലാം നമ്മൾ പറയും. ബാക്കി നമ്മൾ പറയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിപ്രസരമാണിത്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയത്തില്ല, അങ്ങനെയെല്ലാം നമ്മളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഇന്ന് കേട്ട വാർത്ത എന്താണ്? ഒന്നുമില്ല. അവള് പ്രണയിച്ച അവനുമായിട്ട് അവള് ബ്രേക്കപ്പായി, തെറ്റിപ്പിരിഞ്ഞു. അതിന്റെ ഒരു പ്രതികാരത്തിന് ചുമ്മാ അടിച്ചു വിട്ടതാണ്. അപ്പൊ ഈ പറയുന്ന കഥ പബ്ലിക് ആയി കഴിയുമ്പം ഇരയുടെ ഫോട്ടോയൊന്നും വെളി വരികയില്ല, അല്ലെ ഇരയുടെ പേര് പറയില്ല, അല്ലെ പിന്നെ അതിജീവിതം എന്നൊക്കെ പറയുള്ളൂ. സ്ത്രീ സംരക്ഷണ നിയമം ഇവിടെ ഇങ്ങനെ കൊടി കുത്തി വാഴുന്നതുകൊണ്ട് വളരെയധികം ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നാണക്കേടില്ലേ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ? ഇങ്ങനെ പറയുമ്പോൾ എന്താണെങ്കിലും അത് അവരുടെ ഫ്യൂച്ചറിനെയൊക്കെ ബാധിക്കില്ലേ? ബാധിക്കും. പേരും മുഖവും ഇതൊന്നും വെളിയിൽ വന്നില്ലേലും ബാധിക്കുകയൊക്കെ ചെയ്യും. അടുത്തറിയുന്ന കുറച്ചു പേരെങ്കിലും ഒക്കെ അറിയില്ല. അപ്പൊ അവർക്കൊന്നും ഇതൊന്നും പ്രശ്നമല്ല. പ്രതികാരമാണ് പുള്ളിക്കാരത്തിക്ക്. പ്രതികാരം, ബ്രേക്കപ്പ് ആയതിന്റെ പ്രതികാരം വീട്ടിയതാണ്. സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രണയം ഉണ്ടായിരുന്ന ആ സഹപാഠി കൂടി ഉണ്ടായിരുന്നു. അവരടക്കം 6 പേരെ പോലീസ് കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ പോലീസിനെ ബന്ധപ്പെടുന്നു, എന്നാൽ തെളിവുകൾ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പോലീസിന് അതിൽ ചില സംശയങ്ങൾ ഒരുപാടുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. വൈകിട്ടോടെ ഇതിന്റെ വൈദ്യപരിശോധന ഫലം വന്നു. ആ വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പറഞ്ഞ രീതിയിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നു. പിന്നീട് പോലീസിന് ഈ കേസിൽ അറസ്റ്റിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. മാത്രമല്ല മൊഴിയും പിന്നീട് വൈകുന്നേരം ഈ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിന് ശേഷം പോലീസ് ചോദിച്ചപ്പോൾ പറയുന്ന മൊഴിയും തമ്മിൽ വലിയ പോരായ്മകളും വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പോലീസ് തീരുമാനിച്ചു ഉടൻ ഇതിൽ അറസ്റ്റിലേക്ക് പോയാൽ കോടതിയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് വലിയ രീതിയിൽ ദോഷമായി ബാധിക്കും, അല്ലെങ്കിൽ തെറ്റായ അറസ്റ്റ് നിരപരാധികളെ കുടുക്കിയാൽ അത് വലിയ വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകും. മാത്രമല്ല അങ്ങനെ ചെയ്യാനും കഴിയില്ല പോലീസിന്. അതുകൊണ്ട് പോലീസ് തീരുമാനിച്ചു കസ്റ്റഡിയിലെടുത്ത 13 പേരെയും തൽക്കാലത്തേക്ക് വിട്ടയക്കാം. 6 പേരെയും കസ്റ്റഡിയെടുത്ത 6 പേരെയും 2 പ്രായപൂർത്തിയായവരും ഒപ്പം തന്നെ അല്ലാത്ത 4 പേരും ഉൾപ്പെടെ 6 പേരെ തൽക്കാലത്തേക്ക് വിട്ടയക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ അവർ സ്ത്രീകൾ പണ്ട് പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് കടന്നുകൊണ്ട് ഇങ്ങനെ ഉയർന്നെണീറ്റ് വരണമെന്നൊക്കെ പറഞ്ഞ് ഫെമിനിസ്റ്റുകളെല്ലാം കൂടെ ഘോരഘോരം പ്രസംഗിച്ച് സ്ത്രീകളങ്ങ് ഉയർന്നെണീറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഈ വിഷയത്തിനുണ്ടായി. ഇപ്പം നല്ല കാര്യങ്ങൾ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടി പുരുഷനൊപ്പം നമ്മളിപ്പോൾ വഴിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ബുള്ളറ്റോ അല്ലെ അതുപോലെ ബൈക്ക് ഓടിച്ചു പോകുന്ന ഇഷ്ടം പോലെ പെമ്പിളാരെ കാണാം. എനിക്കത് വളരെ ഇഷ്ടമാണ് കേട്ടോ, കാണുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും പോകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ പൈലറ്റ് ആകുക അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും പുരുഷന്റെ ഒപ്പം നിൽക്കുന്ന ആ രീതിക്ക് അത് നല്ല വശമാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ 24 കഫേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ചായ കുടിക്കാൻ പോലും നമുക്ക് പോകാൻ പറ്റുകയില്ല. അവിടെ എല്ലാം ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റും. രണ്ടാമത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ആൺകുട്ടിയെയും കാണാൻ പറ്റും. പണ്ടൊരു കാലത്ത് കോവളത്ത് പോകണം, വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കോവളത്ത് പോയാലേ ഈ കിസ് ചെയ്യുന്ന സീനൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പാർക്കുകളിലും ഇവരെപ്പോൾ ഉള്ളവരൊക്കെയാ ഇരുന്ന് ചെയ്യാറുള്ളത്. മലയാളികൾക്ക് അത്ര നാണമില്ലാഴികയില്ല. പക്ഷെ സ്ത്രീകൾ ഇപ്പോൾ അങ്ങോട്ട് വിപ്ലവകരമായ മാറ്റത്തിന് വിധേയമായപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിലെ ഹോർമോൺ പ്രകൃതിയാൽ കൊടുത്ത ലജ്ജ എന്നൊരു കാര്യം, ഒരു നാണം എന്നൊരു ഹോർമോൺ എടുത്തു കളഞ്ഞോ എന്ന് എനിക്ക് സംശയം. ഒരാൾക്ക് പോലും നാണമില്ല. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ കിസ് ചെയ്യും, സ്ത്രീയും പുരുഷനും. അതുപോലെ തന്നെ പരിസരം എല്ലാം മറന്നിങ്ങനെ ഈ കിളികൾ സല്ലപിക്കുന്ന പോലെ എന്നൊക്കെ വേണേ നമുക്ക് കവിഭാവനയിൽ പറയാമെങ്കിലും അങ്ങനെയൊന്നും തോന്നാറില്ല. ഈ പരിസരം എല്ലാം മറന്നിങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇങ്ങനെ തലോടി കെട്ടിപ്പിടിച്ച് താടിയെ പിടിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. എവിടായിരിക്കും നിൽക്കുന്നറിയോ? മെയിൻ റോഡ് ഉണ്ടായിരിക്കും. ആ റോഡിന്റെ സൈഡിൽ ഒരു ചെറിയ പെട്ടിക്കട പോലെ ഒരു കടയും വെച്ച് ഒരു ചായ സിഗരറ്റും വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നിന്ന് അവിടെ നിന്ന് ഒരു ചായ സിഗരറ്റും ഒക്കെ മേടിച്ചതിന് ശേഷം ആ സൈഡിലോട്ടൊന്ന് മാറി നിന്ന് ചെയ്യുന്ന ഈ മാറി നിന്ന് ചെയ്യുന്ന പറഞ്ഞാൽ പരസ്യമായിട്ട് ചെയ്യുമ്പോൾ റോഡിൽ കൂടെ വണ്ടിയെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അവരുടെ മുന്നിൽ നിന്നാണ് ഈ ഗോഷ്ടി കാണിക്കുക. അത് കാണിക്കാൻ പുരുഷൻ അത്ര നാണക്കേട്, പുരുഷന്റെ കയ്യിൽ അത്ര ലജ്ജ നാണമൊന്നും ഇല്ല. പക്ഷെ സ്ത്രീകൾക്ക് സ്ത്രീ ഹോർമോൺ കൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളതാണ്. ആ സംഭവം ഒന്നുമില്ല. പണ്ട് കവികളൊക്കെ സ്ത്രീകളുടെ നാണത്തെയൊക്കെ എത്ര സൗന്ദര്യമായിട്ട് വർണ്ണിച്ചിരുന്നു. ഇപ്പോഴത്തെ കവികളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെയുള്ളതൊന്നും ഇപ്പൊ കാണാനില്ല. നാണത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സൗന്ദര്യം
കവിഭാവന ഉണരാനുള്ള ഒന്നും ഇപ്പൊ സ്ത്രീകളിലില്ല. നാണവേ ഇല്ല. പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കും, പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കും. ഇനി മദ്യപിക്കുന്ന ബാറിലാണെങ്കിൽ കയറി ഇറങ്ങുക, ക്യൂ നിൽക്കുക, അല്ലെ അതിനൊന്നിനും ഒരു നാണവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. അങ്ങനെ പോയാണ് ഇതുപോലെ 10 പേര് ഉപദ്രവിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. നിസ്സാരമൊന്നുമല്ല, 10 പേര്. അത് പറയാനുള്ള തൊലിക്കെട്ടി എന്ന് പറഞ്ഞാൽ തൊലിക്കെട്ടി എന്ത് വലിയ തൊലിക്കെട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ അകത്ത് പറയുമ്പം അതുമൂലം ഫ്യൂച്ചറിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ആലോചിക്കുന്നില്ല. പിന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛന്റെ അമ്മയുടെ അവസ്ഥ. അവസാനം ഇതിപ്പോ പോലീസ് വിടാൻ തയ്യാറല്ല. അതാണ് ഇതിലും വലിയ പുലിവാലി. പോലീസ് ഇനിയിപ്പോ ഇത് വിടാൻ തയ്യാറല്ല. അവരിത് അന്വേഷിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത്രയും വലിയ കേസല്ലേ കൊടുത്തത്, ഇതങ്ങനെ വിടാൻ ശരിയാവില്ലല്ലോ. അപ്പൊ അവരും മുന്നോട്ട് പോകും. ഇതിന്റെ ലാസ്റ്റ് കിട്ടും പണി. അപ്പൊ ഒന്ന് ആലോചിച്ചേ, സ്ത്രീകള് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്നു പറഞ്ഞ് സ്ത്രീ സംരക്ഷണ നിയമങ്ങളും അതിനും ഇതിനും എല്ലാം ഉള്ള എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് പിടിച്ച കടുത്ത ശിക്ഷ എല്ലാ നിയമങ്ങളെല്ലാം മാറ്റി എഴുതി കൊണ്ടുവന്ന് വളരെ നന്നായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേ സ്ത്രീകൾ അത് മിസ്യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ രാഹുലൊക്കെ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണ്ട ഒരു അവസ്ഥയിൽ പോയി നിൽക്കുകയാണ്. ഇപ്പൊ പുരുഷന്മാർക്കാണ് അവരാണ് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, സ്ത്രീകളല്ല. ശരിക്കും ഇതിനകത്ത് ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അവരിനി വന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. കാരണം സ്ത്രീകൾ കംപ്ലീറ്റ് ഇതൊരു ആയുധമായിട്ടെടുത്ത് തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സംരക്ഷണ നിയമം എടുത്ത് പുരുഷന്മാർക്കിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാണ് അവന്മാരെ പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു പുരുഷനെ ഇതിന്റെ അകത്ത് പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒന്ന് കീറിക്കളഞ്ഞിട്ട് നേരെ നിയമത്തിന്റെ വഴി തേടിയാൽ തീർച്ചയായിട്ടും അവൻ പെട്ടു. പിന്നെ അത് വൈദ്യപരിശോധനയായി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പോയാല് ഒരു പക്ഷേ ഈ കേസ് പോലെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ല പ്രഥമ ദൃഷ്ടിയാൽ എന്താണ് പറഞ്ഞു തീരുന്നതിനിപ്പുറം തന്നെ അവനെ പിടിച്ചകത്തിടുമെന്നുള്ള ഉറപ്പാണ്. മനസ്സാവാച അറിയാതായിരിക്കും. ഇന്നാൾ അങ്ങനെ ഒരു കേസ് നമ്മൾ കണ്ടല്ലേ, കുറെ ജയിലിലും എല്ലായിടത്തും കയറി ഇറങ്ങി ലാസ്റ്റാണ് ആ പയ്യൻ നിരപരാധിയാന്ന് തെളിയുന്നത്. അവൾ അവസാനമാണ് പറയുന്നത് 17 വയസ്സോ കണ്ടൊക്കെ ഉള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച്, ആ ചെറുക്കൻ അത്രയും കാലം ജയിലിലൊക്കെ പോയി അനുഭവിച്ചതോ. അതാണ് ഇപ്പോഴത്തെ സ്ത്രീകള് ഈ നാണോ മാനോ ഇല്ലാതായി തീർന്നെന്ന് പറയാം. അതില്ല, നാണോ മാനോ ഇല്ല. ഏതാണ്ടൊക്കെ കീഴടക്കി എന്നുള്ള ഒരു ഭാവത്തില് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.